ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ലാലിഗയിലെ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെയാ മത്സരങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആദ്യ മത്സരം നടന്നത് RCD മലോർക്കോ വിസസ് റയൽ മഡ്രിഡ് മത്സരമായിരുന്നു. അതിനുശേഷം രാത്രി അത്ലറ്റിക്കോ മഡ്രിഡ് വിസസ് ബാഴ്സലോണ മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ബാഴ്സലോണ അവസാനത്തെ മത്സരത്തിൽ കോപ്പ ഡെൽ റേയിൽ ഒന്നാം പാദത്തിൽ 4-0 പരാജയപ്പെട്ട് രണ്ടാം പാദത്തിൽ 3-0 വിജയിച്ച ശേഷവും അവര് കോപ്പ ഡെൽ റേയിൽ നിന്ന് പുറത്താവുകയുണ്ടായി സെമിഫൈനലിൽ. അങ്ങനെ പുറത്തായപ്പോ ഇന്ന് റയൽ മഡ്രിഡ് ഫാൻസുകാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന് അത്ലറ്റിക്കോ മഡ്രിഡിന്റെ മെട്രോപൊളിറ്റാനുള്ളിൽ പോയിട്ട് ബാഴ്സലോണ എന്തായാലും പണി വാങ്ങിക്കും. അപ്പൊ ഞങ്ങള് RCD മലോർക്കായിട്ട് സിമ്പിളായിട്ട് ജയിച്ചിട്ട് ഞങ്ങള് 3 പോയിന്റ് സ്വന്തമാക്കും. അവർ ആ 3 പോയിന്റ് ടോപ്പ് ചെയ്യുമ്പോൾ ബാഴ്സ റയലായിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഒന്നാവെന്ന് വിചാരിച്ചിരുന്നവർക്കൊക്കെ മൊത്തമായിട്ട് അങ്ങോട്ട് എന്താ പറയാ ടിസ്റ്റോട് ടിസ്റ്റ് എന്ന് അറിയില്ല, അമ്മാതിരി സംഭവങ്ങളാണ് നടന്നത്. ആദ്യ മത്സരം നടന്നത് RCD മലോർക്കോയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് റയൽ മഡ്രിഡിനെതിരായിട്ടുള്ള മത്സരമായിരുന്നു. മത്സരത്തിൽ 2-1 വിജയമാണ് മലോർക്കോ നേടിയത്. അപ്പോൾ റയൽ മഡ്രിഡ് 3 പോയിന്റ്, വിലപ്പെട്ട 3 പോയിന്റ് എന്ന് പറഞ്ഞാല് ലാലിഗ് ഫോട്ടോ ഫിനിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇനി ആകെ 8 മത്സരങ്ങൾ ബാക്കിയുള്ളൂ. അതിൽ ഒരു എൽ ക്ലാസിക്കോയും വരാനുണ്ട്. ഇപ്പോ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് കേട്ടോ, ഇന്നലെ രാത്രി നടന്ന ആ ഒരു അത്ലറ്റിക്കോ വിസസ് മഡ്രിഡ് വിസസ് ബാഴ്സലോണ മത്സരത്തിൽ അതെന്തായാലും നിർണായകമാണെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം ബാഴ്സലോണയ്ക്ക്. അപ്പൊ അവര് എന്ത് വില കൊടുത്തും ഒരു 3 പോയിന്റ് സ്വന്തമാക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ റയൽ മഡ്രിഡിന്റെ തോൽവി ആയപ്പോ അവർക്ക് കുറച്ചുകൂടി റിലാക്സ് ആയി കളിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും രാത്രി ഇറങ്ങിയത്. അതേപോലെ തന്നെ ഫാൻസുകാരുടെ കാര്യം നോക്കി കഴിഞ്ഞാലും കുറച്ച് റിലാക്സ് ആയിട്ടാണ് ഞാനൊക്കെ കളി കാണായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ജയിച്ചില്ലെങ്കിലും ഒരു സമനിലെങ്കിലും മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ കളി കാണായിരുന്നു. എന്താ പറയുക, മെട്രോപൊളിറ്റനുകളിൽ പോയിട്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഏറാമൂലാണ്. ഇപ്പോ എന്താ പറഞ്ഞാൽ റഫീനി ഇല്ല, അതേപോലെ ബാഴ്സയുടെ സ്കോർ ഡെപ്തും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അറിയാം, ആ പരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേപോലെ അത്ലറ്റിക്കോ മഡ്രിഡിന് അതേപോലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 2 പേര് സസ്പെൻഷനിലാണ്, റെഡ് കാർഡ് കിട്ടിയിട്ട്. അതേപോലെ കുറച്ച് പേർക്ക് പരിക്കുകളുണ്ട്. ഇന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയപ്പോൾ ലുക്മാനും അതേപോലെ ഊലിയൻ ആൽവാരസ് ഒന്നും ഇല്ലാതെയാണ് അത്ലറ്റിക്കോ മഡ്രിഡ് ഇറങ്ങിയത്. എന്താ പറഞ്ഞാൽ അത്ലറ്റിക്കോ മഡ്രിഡിന് ഇതല്ല കാര്യം. സിമിയോണി നല്ല ആവശ്യ സമയത്ത് നല്ല ബുദ്ധി ഉപയോഗിക്കും, വക്രബുദ്ധി ഉപയോഗിക്കും. ചിലപ്പോൾ അത് ഭയങ്കര ഹിറ്റാവും, ചിലപ്പോൾ അത് അട്ടർ ഫ്ലോപ്പ് ആവും. അത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് സിമിയോണിന്റെ കരിയർ തന്നെ, അത്ലറ്റിക്കോ മഡ്രിഡിന്റെ കരിയറിൽ തന്നെ നോക്കിയാൽ മതിയായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാല് അവർക്ക് ലാലിഗയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാന്നറിയാം. വളരെ പുറകിലാണ്. 1ാം സ്ഥാനക്കാരും 2ാം സ്ഥാനക്കാരായിട്ട് ഭയങ്കര ഗ്യാപ്പാണ് പോയിന്റിലുള്ളത്. അപ്പൊ അവർക്ക് ഇനി ഈ 8 മത്സരങ്ങളിൽ എല്ലാം വിജയിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോ പറ്റുകയാണെങ്കിൽ അത്ലറ്റിക്കോ മഡ്രിഡ് ബാഴ്സലോണയെ ഒന്ന് പണി കൊടുക്കുക എന്നുള്ളതിൽ തന്നെ സിമിയോണി ഇറങ്ങിയത്. പക്ഷെ ആ ഒരു ഒറ്റ റെഡ് കാർഡിൽ കളി അങ്ങനെ തിരിഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 1-1 സമനിലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന മത്സരമാണ്. അപ്പോൾ ഒറ്റ റെഡ് കാർഡോട് കൂടിയിട്ട് അത് കളി മാറി. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അവസാന നിമിഷത്തിൽ ലെവൻഡോസ്കിയുടെ ഗോളിൽ ബാഴ്സലോണ വിജയിക്കുകയാണ്. കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് നമുക്ക് വഴിയെ പറയാം. പക്ഷെ അങ്ങനെ വിലപ്പെട്ട 3 പോയിന്റ് ബാഴ്സലോണ സ്വന്തമാക്കിയപ്പോൾ റയൽ മഡ്രിഡ് അവിടെ പോയിന്റ് ടോപ്പ് ചെയ്തു. 7 പോയിന്റ് ഗ്യാപ്പായിരിക്കണം വീണ്ടും. ഇത് ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഈ 7 പോയിന്റ് ഗ്യാപ്പൊക്കെ വീണ്ടും അത് കുറച്ചു കൊണ്ടുവന്ന് 1 പോയിന്റ് ഗ്യാപ്പായിരുന്നു. വീണ്ടും റയൽ മഡ്രിഡ് 4 പോയിന്റ് ഗ്യാപ്പായി, വീണ്ടും 7 പോയിന്റ് ഗ്യാപ്പായി. ഇനി 8 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ലാലിഗിൽ ബാഴ്സലോണയ്ക്കും റയൽ മഡ്രിഡിനും. അതിൽ ഒരു എൽ ക്ലാസിക്കോ വരാനുണ്ട്. മെയ് 10-ാം തീയതിയാണ് തോന്നുന്നുണ്ട് ആ ഒരു എൽ ക്ലാസിക്കോ വരാൻ പോണ്. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിലാണെന്നുള്ള അഡ്വാൻറ്റേജും കൂടിയിട്ട്. പക്ഷേ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ ഹോം ഗ്രൗണ്ട് എവയൊന്നും അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാന്നാണ് നമ്മൾ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ റയൽ മഡ്രിഡിന്റെ കളിക്ക് വരികയാണെങ്കിൽ റയൽ മഡ്രിഡിന്റെ കളിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിനീഷ്യസും ഒന്നും ഇല്ലാതെയാണ് കളിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ എംബാപ്പയുടെ ആ ഒരു ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു തന്നെയാണ് നമ്മൾ കണ്ടത്. കിഡിലൻ 3 അറ്റംപ്റ്റുകൾ. ഫസ്റ്റ് ഹാഫിൽ തന്നെ എംബാപ്പയ്ക്ക് ഹാട്രിക് അടിക്കുന്ന ചാൻസുകൾ ഉണ്ടായിരുന്നു. ചങ്ങയുടെ ഗോൾ കീപ്പർ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായത്തിൽ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടത് ആ ചങ്ങായിക്ക് തന്നെയാണ്. എംബാപ്പയുടെ എണ്ണം പറഞ്ഞ 3 ഷോട്ടുകളും ഫസ്റ്റ് ഹാഫിൽ തന്നെ. പിന്നെ സെക്കൻഡ് ഹാഫിലും അർദ്ധ ഗുലാറിനെ സേവ് ചെയ്തു. അതേപോലെ തന്നെ എംബാപ്പയുടെ 2-3 സേവുകൾ. എന്റെ പൊന്നെ, എമ്മാതിരി ഗോൾ കീപ്പിംഗ്, ഒരു രക്ഷയില്ലാത്ത ഗോൾ കീപ്പിംഗ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ചങ്ങായി നിന്ന് അവരുടെ വിജയത്തിന്റെ 91-ാം മിനിറ്റിൽ അവര് ഗോള് സ്കോർ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടത് ഈ ഗോൾ കീപ്പർക്ക് തന്നെയാണ്. എമ്മാതിരി പെർഫോമൻസോടോ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അങ്ങനെ മിലിറ്റാവോയിലൂടെയാണ് സമനില ഗോൾ നേടുന്നത്. അതിനുശേഷം കളി സമനിലയിലും അല്ലെങ്കിൽ റയൽ മഡ്രിഡിന്റെ ഒരു ഗോളും കൂടി സ്കോർ ചെയ്യുന്ന വിചാരിച്ച സമയത്താണ് 90+4 മിനിറ്റ്സിൽ അവരുടെ എന്താ പറയാ ഒരു കിടിലൻ ഗോൾ വന്നത്. എന്താ പറഞ്ഞാല് എല്ലാ ഡിഫൻഡർമാരും കൂടി ഒരു ഭാഗത്തായപ്പോ ചങ്ങായിക്ക് ഫ്രീ ആയിട്ടൊരു ചാൻസ് കിട്ടിയതാ. ആ ഒരു ഫസ്റ്റ് ഗോള് മലോർക്കോ അടിച്ച ശേഷം ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്തു. എങ്ങനെ റയൽ മഡ്രിഡിനെ ഡിഫെൻഡ് ചെയ്ത് പൂട്ടാൻ പറ്റുന്നുള്ള രീതിക്കൊക്കെ പരമാവധി പൂട്ടി. അപ്പൊ നമ്മൾ വിചാരിച്ചു 1-0 മലോർക്കോ ജയിക്കുന്ന വിചാരിച്ച സമയത്താണ് ഇവിടെ ഗോൾ വരുന്നത്.
ആ ഒരു സെറ്റ് പീസിലൂടെ കിടിലൻ ഹെഡറിലൂടെ ഗോൾ നേടുന്നത്. ആ ഗോളിന് ശേഷം വീണ്ടും 1-1 സമനിലയിൽ പോകുമെന്ന് വിചാരിച്ച കളി പെട്ടെന്ന് ട്വിസ്റ്റ് ആയിട്ട് 2-0 വിജയിക്കണം. അതോടെ 3 പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ റയൽ മാഡ്രിഡിന്റെ ആരാധകർക്ക് വല്ലാതെ ആഗ്രഹിച്ചാണ് എന്താ പറഞ്ഞാൽ മലർക്കായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു 3 പോയിന്റ് നേടുക, ബാഴ്സലോണ രാത്രിയുള്ള മത്സരം പരാജയപ്പെടുക. അത്ലറ്റിക്കോ മാഡ്രിഡായിട്ടാണല്ലോ, എന്തായാലും ഒരു പരാജയത്തിന് എന്താ റഫീനി ഇല്ല എന്നുള്ള മെയിൻ ഫാക്ടർ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും പരാജയപ്പെടുന്നുള്ള അതിലൊക്കെ ഉറക്കൊഴിച്ച് കളി കണ്ടവർക്കൊക്കെ എന്തായി ആ 3 പോയിന്റ് വിലപ്പെട്ട. എന്തായാലും ലാ ലീഗ് അങ്ങോട്ട് പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പോയി റയൽ മാഡ്രിഡിന് പൊരുതാൻ ഇനി 8 മത്സരങ്ങളുണ്ട്. 8 മത്സരങ്ങളിൽ റയൽ ബെറ്റീസ് ആയിട്ട് ബാഴ്സലോണ കളിയുണ്ട്. അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ള, റയൽ മാഡ്രിഡിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ഇനി ഒരു തിരിച്ചുവരവ് ലാ ലീഗിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു 90% തീരുമാനമുണ്ട്. ഇനി ബാഴ്സയുടെ കയ്യിലാണ് ബാക്കി. ബാഴ്സന് ഇപ്പോൾ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടാലും ഏകദേശം പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇതുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നു. എന്താ പറഞ്ഞാൽ ഇനി 2 മത്സരങ്ങൾ വരാൻ പോകുന്ന അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് UCL 2 മത്സരങ്ങൾ വരാനുണ്ട്. ഇന്നത്തെ ആ ഒരു മത്സരം നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സലോണയുടെ മത്സരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മത്സരം തുടങ്ങി യമാലിന്റെ ഫസ്റ്റ് ഹാഫിൽ യമാലിന്റെ അഴിഞ്ഞാട്ടം തന്നെ പറയാം. പക്ഷെ യമാലിന് ഫിനിഷ് ചെയ്യാനും അതേപോലെ തന്നെ യമാല് കൊടുക്കുന്ന ബോൾ ഫിനിഷ് ചെയ്യാനും ഉള്ള ആൾക്കാർ ഫെർമിൻ ലോപ്പസിനൊക്കെ 2 കിടലും ചാൻസുകളാണ് കിട്ടിയത് ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഗോളാക്കി മാറ്റാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ആ മൂസ എന്ന് പറയുന്ന അർജന്റീനക്കാരനായ ഗോൾ കീപ്പർ എമ്മാതിരി സേവുകളാന്ന് അറിയാം. ചങ്ങായിക്കാരൻ മാൻ ഓഫ് ദി വെച്ച് കിട്ടിയിരിക്കുന്നത്, അല്ലാണ്ട് ലെവൻഡോസ്കിക്കോ അല്ലെ യമാലിനൊന്നും അല്ല മാൻ ഓഫ് ദി വെച്ച് കിട്ടിയിരിക്കും. മാൻ ഓഫ് ദി വെച്ച് കിട്ടിയിരിക്കുന്നത് മൂസയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. വാട്ടെ ഗോൾ കീപ്പർ മാൻ, വാട്ടെ ഗോൾ കീപ്പർ. നിങ്ങൾ എന്താ പറയാ, അർജന്റീനയുടെ നമ്പർ 1 ഗോൾ കീപ്പർ ആയിട്ട് വരേണ്ടതാണ്. ആ സമയത്താണ് പരിക്കിന്റെ പിടിയിലായിട്ടാണ് മാർട്ടിനസ് ടീമിലേക്ക് വരുന്നത്. പക്ഷെ അത് എന്താ പറയാ, അർജന്റീനയ്ക്ക് ഒരു വരദാനം എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ നടന്നത്. അതിനുശേഷം കുറെ കാലം പരിക്കും കാര്യങ്ങളൊക്കെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മാർട്ടിനസ് നോക്കി കഴിഞ്ഞാൽ മാർസലിന്റെ സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ട് കുറെ കാലം അവിടെ ബെഞ്ചിലും കാര്യങ്ങളും ലോണിലൊക്കെ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ മൂസ എന്റെ മോനെ ആ എത്ര സേവുകൾ നടത്തിയിരുന്നു. ബാഴ്സലോണ അടിച്ച എത്ര അറ്റംപ്റ്റുകൾ, ഫെറാൻ ടോറസിന്റെ ഒരു 3 അറ്റംപ്റ്റുകൾ തടഞ്ഞിട്ടുണ്ടാവും. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഫെറാൻ ടോറസും ലെവൻഡോസ്കി ഒന്നും ഇല്ലാതെ ഫാൾസ് നയനിൽ ആ ഒരു പൊസിഷനിൽ ഓൽമോനെയും കളിപ്പിച്ച് ഫെർമിൻ ലോപ്പസിനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്ട്രാറ്റജിയിലാണ് ബാഴ്സലോണ ഇറങ്ങിയത്. ഞാനൊക്കെ ഒരു പ്രതീക്ഷയാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ആദ്യ ഗോൾ നേടുന്നത് സിമിയോണിയുടെ ഒരു കിഡിലൻ, എന്താണ് ഓഫ് ലൈൻ ട്രാപ്പ് ബീറ്റ് ചെയ്തിട്ട് തന്നെ ആ ഗോൾ നേടുന്നത്, ഒരു കിഡിലൻ ഗോള്. അതിന് മുമ്പ് ഗ്രേസ്മാനൊക്കെ ഒരു കിഡിലൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ അടിച്ചു കൊടുത്തത് ജോൺ കാസിയന്റെ കയ്യിലേക്കാണ്. പിന്നെ യമാലിന്റെ ഒരു ക്രോസ്, ഒരു ചിപ്പ് ഗോള് പോയിട്ട് പെനാൽറ്റി ബോക്സിന്റെ ആ ബാറിൽ തട്ടിയിട്ട് തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ 2 ടീമും അങ്ങനെ റാഷ്ഫോർഡിന്റെ ആ ഒരു ഗോൾ കിടിലൻ ഗോൾ റാഷ്ഫോർഡ് തന്നെ ക്രിയേറ്റ് ചെയ്തു, ഓൽമോയ്ക്ക് പാസ് ചെയ്യുന്നു, ഓൽമോ അത് അസിസ്റ്റ് കൊടുക്കുന്നു, റാഷ്ഫോർഡ് തന്നെ ഫിനിഷ് ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ മൂസയുടെ ലെഫ്റ്റ് റൈറ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ആള് ഡൈവ് ചെയ്ത് എങ്ങനെ തടുക്കുന്നുള്ള കാര്യം ഉറപ്പായ സ്ഥിതിക്ക് ആളുടെ കാലിന്റെ ഇടയിലൂടെ ആ ഒരു കിക്ക് അങ്ങനെ 1-1 സമനിലയിൽ പിരിയാണ്. ആ സമയത്താണ് യമാലിന്റെ ഒരു കിടിലൻ റണ്ണിനെ ഗോൺസാലസ് ഒരു എന്താ പറയാ, അത് ഒരു ചാൻസ്, അത് ഒരു ഫൗള് അറ്റംപ്റ്റ് ചെയ്യാണ്. ആ അറ്റംപ്റ്റ് ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കുന്നു, അല്ല സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്തിട്ട് പിന്നെയും വാറിനെ വിളിച്ചിട്ട് അത് യെല്ലോ കാർഡ് മാറ്റിയിട്ട് ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുത്തിട്ട് ആളിനെ സെൻഡ് ഓഫ് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് പിരിയഡിന് ശേഷം സെക്കൻഡ് ഹാഫിലാണ് പിന്നെ കളി 10 പേരുമായിട്ട് അടങ്ങി അങ്ങനെ കളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജെറാർഡ് മാർട്ടിന് അൽമോഡയുടെ ഒരു ഫൗള് വരുന്നുണ്ട്. ആദ്യം റഫറി കാണുന്നു, ഡയറക്റ്റ് നല്ലൊരു ഫൗൾ തന്നെയാണ്, ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കുന്നു. റെഡ് കാർഡ് കൊടുത്തതിന് ശേഷം വാർ ചെക്ക് ചെയ്ത സമയത്ത് ഫസ്റ്റ് ടച്ച് ബോളിലുണ്ടായിരുന്നു. കാര്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം ബാഴ്സലോണ. അല്ലെങ്കിൽ അത് റെഡ് കാർഡാണ്. പിന്നെ 10-10 കഴിഞ്ഞാൽ കളി മാറും. എന്താ പറഞ്ഞാല് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അടുത്ത് 10-10, 11-11 കളിക്കുന്നതൊക്കെ സമമാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ സിമിയോണിയൊക്കെ ഭയങ്കര ഹാപ്പി ചാടി കളിക്കും. പക്ഷെ വാർ ചെക്ക് ചെയ്തപ്പോ ഫസ്റ്റ് ടച്ച് ബോൾ ഉണ്ടായത്. അതിനുശേഷമാണ് അങ്ങനെ റെഡ് കാർഡ് മാറ്റിയിട്ട് യെല്ലോ കാർഡ് ആകുന്നത്. പിന്നെയും ഒരുപാട് കാർഡുകൾ 2 ടീമുകൾക്ക് ഒരുപാട്, കൂടുതലും അത്ലറ്റിക്കോ മാഡ്രിഡ്. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡ് എന്താ പറയാ, അടുത്ത എൽ ക്ലാസിക്കോയിൽ നിങ്ങളൊന്നും കളിക്കരുത് എന്നുള്ള ആ ഒരു ലെവലിലാണ് ഫൗൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്താണെന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ജൂലിയൻ ആൽവരസ്, ലുക്മാൻ ഇങ്ങനെയുള്ള കുറെ താരങ്ങളിനെ ഇറക്കാതെയാണ്, പിന്നെ കുറെ പരിക്കുള്ള താരങ്ങളും ഉണ്ട്. അപ്പൊ ഇവരൊന്നും ഇറക്കാതെയാണ് ഗ്രൗണ്ടിലേക്ക് സിമിയോണി ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പൊ സിമിയോണിയുടെ കൃത്യമായ പ്ലാനിങ് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് തന്നെയാണ്. എന്താ പറയുക, ലാ ലീഗിന് ഇനിയിപ്പോ റയലിന് വേണ്ടിയിട്ട് ഇവിടെ ജയിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോ തീർച്ചയായിട്ടും എന്തായാലും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത കിട്ടും. അപ്പോൾ അടുത്ത വർഷത്തിനുള്ള യോഗ്യത കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടത് ചാമ്പ്യൻസ് ലീഗാണ്. അപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ അടുത്ത മത്സരം ന്യൂ ക്യാമ്പിലാണ്. ന്യൂ ക്യാമ്പിൽ പോയിട്ട് കുറച്ച് പണിയെടുക്കേണ്ടി വരും. അതിനുശേഷമല്ലേ മെട്രോപൊളിറ്റൻ. അപ്പൊ നമുക്ക് ശരിയാക്കാന്നുള്ള തീരുമാനത്തിലാണ് ഇന്ന് ആ ഒരു കളി. സെക്കൻഡ് ഹാഫിൽ ബാഴ്സ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം ക്യാൻസലിന് വേണ്ടി വന്ന ആ ഒരു ഗോൾ നേടാൻ വേണ്ടിയിട്ട്
എമാതിരി ചമ്മായി ഡിഫൻസിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അറ്റാക്കിങ്ങിൽ എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡിനെക്കാളും ഇമ്പാക്ട് ഉണ്ടാക്കി നിന്ന് വിങ്ങുകളിലൂടെ ആ ഒരു എന്താ ട്രിപ്പിൾ ചെയ്തൊക്കെ പോകുന്ന കാണണം. അങ്ങനെ 2 പ്രാവശ്യം ആ ഒരു കബളിപ്പിച്ചിട്ടാണ് ആ ഒരു പെനാൽറ്റി ബോക്സിൽ നിന്ന് ഉള്ളുന്ന ഒരു ഷോട്ട് കൊടുക്കുന്നത്. മൂസെ അത് തടുത്തു വിടുന്ന സമയത്ത് നേരെ ഫ്രണ്ടിൽ നിൽക്കുന്ന ലെവൻഡോസ്കിയുടെ ചെസ്റ്റിൽ തട്ടിയിട്ട് ഇങ്ങനെ ചെസ്റ്റിൽ തട്ടിയിട്ട് ആള് ഹെഡ് ചെയ്യാണ്ട് മടിക്കാൻ തോന്നുന്നു. അത്രയും പെട്ടെന്ന് അമ്മാതിരി ഷോട്ടായിരുന്നു. ആ ഒരു പെട്ടെന്നുള്ള അറ്റംപ്റ്റിൽ ചെസ്റ്റിൽ തട്ടിയിട്ടാണ് ഗോൾ പോസ്റ്റിന് ഉള്ളിക്കായിരുന്നു. അങ്ങനെ ലെവയും മടിച്ചു ഗോളെന്ന് പറയാം. അങ്ങനെ ബാഴ്സലോണ 3 ബലപ്പെട്ട പോയിന്റ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹൻസി ഫ്ലിക്കിന്റെ കരിയറിൽ 2 വർഷമായി ബാഴ്സലോണ പരിശീലനമായിട്ട് വന്നിട്ട് 2024 മെയിലാണ് ആള് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 വർഷം കൊണ്ട് 300 ഗോളുകൾ അടിച്ചു. 100 സംതിങ് മത്സരങ്ങളിൽ നിന്ന് 300 ഗോളുകൾ ബാഴ്സലോണ ചെക്കന്മാരെ കൊണ്ട് സ്കോർ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. അത് വലിയൊരു ഇമ്പാക്ട് തന്നെയാണ്. അതേപോലെ തന്നെ അത്ലറ്റിക്കോ മഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് മെട്രോപൊളിറ്റാനോയിൽ പോയിട്ട് ലാ ലീഗിൽ കണ്ടിന്യൂസ് ആയിട്ട് 4 മത്സരങ്ങൾ ബാഴ്സലോണ വിജയിച്ചു വരികയാണ്. അവര് കോപ്പ ഡെൽ റേയിലൊക്കെ പരാജയപ്പെട്ട കാര്യം ശരി, പക്ഷെ ലാ ലീഗിൽ 4 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചു വരികയാണ്. അതേപോലെ തന്നെ ഇനി 2 മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ 7-ാം തീയതി ക്യാമ്പ് നൗവിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതേപോലെ 14-ാം തീയതി എവിടെ നമ്മുടെ മെട്രോപൊളിറ്റാനിൽ സെക്കൻഡ് ലെഗ് മത്സരം കൂടി നടക്കാനുണ്ട്. അപ്പൊ എന്തായാലും ശരിക്കും ചില ഫാൻസിനൊക്കെ മടുപ്പ് വരും. എന്താ പറയുക, സ്ഥിരമായിട്ട് 3 കണ്ടിന്യൂസ് മത്സരങ്ങൾ ഒരേ ടീമായിട്ട് കളിക്കാന്നാണ്. പക്ഷെ ഇത് ചാമ്പ്യൻസ് ലീഗും അത് ലാ ലീഗോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്തായാലും കോപ്പ ഡെൽ റേയിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സീസണിൽ തന്നെ ഇപ്പോ അത്ലറ്റിക്കോ മഡ്രിഡും ബാഴ്സലോണയായിട്ട് 5 മത്സരങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം റയൽ മഡ്രിഡ് ആയിട്ടായിരുന്നു ഈ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. കോപ്പ ഡെൽ റേയിലും സൂപ്പർ എസ്പാനിയോളിലും അതേപോലെ ലാ ലീഗിലൊക്കെ കൂടിയിട്ട് 5-6 മത്സരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേ അവസ്ഥയാണ് ഇപ്രാവശ്യം അത്ലറ്റിക്കോ മഡ്രിഡായിട്ട് ബാഴ്സലോണയ്ക്കുള്ളത്. അപ്പോ നമ്മൾ ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 30 മത്സരങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 25 വിജയവും 1 സമനിലയും 4 തോൽവിയടക്കം 76 പോയിന്റുമായിട്ടാണ് 80 ഗോളുകൾ അടിച്ചപ്പോൾ 29 ഗോളുകളാണ് വഴങ്ങിയിട്ട്. റയൽ മഡ്രിഡ് നോക്കുകയാണെങ്കിൽ 30 മത്സരങ്ങളിൽ നിന്ന് 22 വിജയവും 3 സമനിലയും 5 തോൽവിയടക്കം 69 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുള്ള. 3ാം സ്ഥാനത്തുള്ള വില്ലാരിലാണ് 29 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു 18 വിജയവും 4 സമനിലയും 7 തോൽവിയടക്കം 58 പോയിന്റുമായിട്ട്. അത്ലറ്റിക്കോ മഡ്രിഡ് 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 17 വിജയവും 6 സമനിലയും 7 തോൽവിയടക്കം 57 പോയിന്റാണ്. അവര് ഒരു മത്സരം കുറവാണ് വില്ലാരിൽ കളിച്ചിട്ടുള്ളത്. അങ്ങനെ ആണ് ലാ ലീഗ് ടേബിൾ കിടക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ 2 ടീമിന്റെ റയൽ മഡ്രിഡിന്റെ അതേപോലെ തന്നെ ബാഴ്സലോണയുടെയും സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ആദ്യം നമുക്ക് അത്ലറ്റിക്കോ മഡ്രിഡ് വേഴ്സസ് FC ബാഴ്സലോണയുടെ സ്റ്റാറ്റ്സിലേക്ക് പോവാം. അത്ലറ്റിക്കോ മഡ്രിഡ് 6 ഷോട്ടുകളാണ് എടുത്തുള്ളത്. അതിൽ 2 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് വന്നപ്പോൾ 23 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് ബാഴ്സലോണ. അതിൽ 9 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് അടിച്ച് 2 എണ്ണം മാത്രമാണ് അവർക്ക് ഗോളാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഗോൾ കീപ്പർ എത്രമാത്രം മാൻ ഓഫ് ദി മാച്ച് അർഹനാണെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. 31% മാത്രമേ ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 69% ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു ബാഴ്സലോണയ്ക്ക്. 309 പാസുകൾ അത്ലറ്റിക്കോ മഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 581 പാസുകളാണ് ബാഴ്സലോണയുടെ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തത്. 85% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെയാണ് 93% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 15 ഫൗളുകൾ അത്ലറ്റിക്കോ മഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബാഴ്സലോണ 11 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തു. 6 യെല്ലോ കാർഡ് അത്ലറ്റിക്കോ മഡ്രിഡ് കിട്ടിയപ്പോൾ ഇവിടെ 2 യെല്ലോ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. റെഡ് കാർഡ് ആണെങ്കിൽ അത്ലറ്റിക്കോ മഡ്രിഡ് 1, ഓഫ് സൈഡ് 4, 3 ആണ്. കോർണേഴ്സ് വിൻ ചെയ്തിരിക്കുന്നത് ഒരേ ഒരു കോർണേഴ്സാണ് അത്ലറ്റിക്കോ മഡ്രിഡ് വിൻ ചെയ്തത്. അവിടെ നോക്കുകയാണ് 9 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്. 9 കോർണേഴ്സ് ഒക്കെ ആഴ്സണലിനെ പോലെ ഒരു ടീം വിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1, 2, 3 ഗോളൊക്കെ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ ബാഴ്സലോണയാണ്. ബാഴ്സലോണയുടെ കാര്യങ്ങൾ അവർക്ക് സെറ്റ് പീസ് കാര്യങ്ങളൊക്കെ അത്രയും ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. RCD മലോർക്കോ വിസസ് റയൽ മഡ്രിഡിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ RCD മലോർക്കോ 5 ഷോട്ടുകളാണ് എടുത്തുള്ളത്. അതിൽ 2 എണ്ണം ഓൺ ടാർഗറ്റ് 2 എണ്ണം ഗോളാക്കി മാറ്റാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ കളിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത്. റയൽ മഡ്രിഡ് ആണെങ്കിൽ 15 ഷോട്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ 6 എണ്ണം ഓൺ ടാർഗറ്റ് ആയിരുന്നു. അപ്പൊ തന്നെ ആ ഗോൾ കീപ്പർക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ മാൻ ഓഫ് ദി മാച്ച് കൊടുക്കണ്ടായിരുന്നു. അത് കിട്ടില്ല സേവ് ആയിരുന്നു. അതിൽ 1 എണ്ണം മാത്രം അവർക്ക് ഗോളാക്കി മാറ്റാൻ പറ്റുള്ളൂ. 36% പൊസിഷൻ മാത്രം ഉണ്ടായിരുന്നുള്ള RCD മലോർക്കയ്ക്ക് 64% പൊസിഷൻ ഉണ്ടായിരുന്നു. 312 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ റയൽ മഡ്രിഡ് 514 പാസുകൾ കംപ്ലീറ്റ് ചെയ്തു. കുറെ പൊസിഷനും കുറെ ബോൾ പാസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഗോൾ അടിക്കണം വിജയിക്കണം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ എംബാപ്പെ ഗോൾ അടിക്കാനും അതേപോലെ തന്നെ ഗോള് വഴങ്ങാതിരിക്കാൻ അവിടെ കോർട്ടും ഇല്ലാതിരുന്ന റയൽ മഡ്രിഡിന്റെ കാര്യം പ്രശ്നം തന്നെയാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 81% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു അലോർക്കയ്ക്ക്. 87% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു റയൽ മഡ്രിഡിന്. 15 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ റയൽ മഡ്രിഡ് 14 ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കാർഡ് 3ഉം 2ഉം കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 1ഉം 5ഉം ഓഫ് സൈഡ് റയൽ മഡ്രിഡിന്റെ ഭാഗത്തുണ്ടായിരുന്നു. മലോർക്കോ 6 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ റയൽ മഡ്രിഡ് 4 കോർണേഴ്സ് വിൻ ചെയ്തു. അങ്ങനെ റയൽ മഡ്രിഡ് വിലപ്പെട്ട 3 പോയിന്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബാഴ്സയാണെങ്കിൽ വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് ലാ ലീഗിന്റെ ടേബിളിൽ 7 പോയിന്റിന്റെ വ്യത്യാസമാണ് വരാൻ പോകുന്നത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് മെയ് മാസം നടക്കാൻ പോകുന്ന എൽ ക്ലാസിക്കോയിലായിരിക്കും. എൽ ക്ലാസിക്കോയിൽ വിജയിച്ചുകൊണ്ട് മാത്രമായില്ല, ഇനിയുള്ള ബാഴ്സന്റെ മുന്നോട്ട് പോക്ക് എത്രത്തോളം പരാജയങ്ങളും സമനിലകളൊക്കെ വഴങ്ങിയാൽ മാത്രമാണ് റയൽ മഡ്രിഡിന് ഇനി ഒരു ലാ ലീഗ് ടൈറ്റിലേക്കുള്ള ഒരു
നോട്ടം ലാലിഗ ടൈറ്റിൽ അടിക്കാനുള്ള ഒരു ചെറിയൊരു ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമന്റുകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.